കൃഷ്ണപുരം രാജാവിന് തൻ്റെ പിതാവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ രാജാവിൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു. പിതാവിൻ്റെ വിയോഗം രാജാവിനെ വല്ലാതെ തളർത്തിയിരുന്നു. എന്നാലും തൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം നൽകിയ മോതിരം എപ്പോഴും കയ്യിൽ അണിഞ്ഞിരുന്നു. അതായിരുന്നു രാജാവിൻ്റെ ധൈര്യം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ രാജാവ് വളരെ ദുഃഖത്തിലായി കാണപ്പെട്ടു. രാജാവിന് ഇത് എന്തു പറ്റി? രാവിലെ മുതൽ ഒരു ഉഷാറില്ലല്ലോ. അതെ ഇന്നെന്തോ ഒരു ധർമ്മസങ്കടത്തിലാണ് അദ്ദേഹം. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? വാ പ്രഭോ, അങ്ങേക്ക് എന്തു പറ്റി? സുഖമില്ലേ? ഒന്നുമില്ലടോ. അങ്ങ് പതിവിലും ദുഃഖിതനായി കാണപ്പെടുന്നു. അത് ഞങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കുന്നു. എന്താണെങ്കിലും പറയൂ. തന്റെ പ്രിയപ്പെട്ട മോതിരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെ, പിതാവിന്റെ ഓർമ്മയ്ക്കായി കയ്യിൽ അണിഞ്ഞിരിക്കുന്ന മോതിരം നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതായിരുന്നു എന്റെ ധൈര്യം. അത് കാണാതായത് മുതൽ എല്ലാം ചോർന്നു പോയതുപോലെ. അങ്ങ് വിഷമിക്കരുത്. മോതിരം എന്തായാലും കൊട്ടാരത്തിൽ തന്നെ കാണും. ഉത്തരവിട്ടാലും. അതെ, കൊട്ടാരത്തിലുള്ള ആരോ ആണ് അത് എടുത്തത്. ആരവിടെ? കൊട്ടാരത്തിലെ എല്ലാ ജോലിക്കാരോടും രാജസദസ്സിൽ എത്തിച്ചേരാൻ പറയൂ. അങ്ങനെ മന്ത്രി ഒഴികെ കൊട്ടാരത്തിലെ എല്ലാ ജോലിക്കാരും രാജസദസ്സിൽ എത്തിച്ചേർന്നു. എന്നാൽ കൊട്ടാരത്തിലെ ജീവനക്കാർ ആരും തന്നെ മോതിരം എടുത്തു എന്ന് സമ്മതിക്കാൻ തയ്യാറായില്ല. രാജാവ് മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ സങ്കടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നിരാശയോടെ ഇരുന്നപ്പോഴായിരുന്നു നമ്മുടെ മന്ത്രിയുടെ വരവ്. കൊട്ടാരത്തിലെ ജോലിക്കാരെയെല്ലാം രാജസദസ്സിൽ കണ്ട മന്ത്രി അമ്പരന്നു. മാത്രമല്ല, രാജാവിന്റെ മുഖത്ത് നിരാശ കണ്ട മന്ത്രി അദ്ദേഹത്തിനോട് കാര്യം അന്വേഷിച്ചു. പ്രഭു, അങ്ങേക്ക് ഇതെന്തു പറ്റി? എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? എന്തിനാണ് എല്ലാവരെയും വിളിപ്പിച്ചത്? മന്ത്രി, ഇനി താങ്കൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയൂ. എന്താണ് പ്രഭു? കാര്യം പറയൂ. മന്ത്രിക്ക് അറിയില്ലേ, പിതാവിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം തന്ന കയ്യിൽ അണിഞ്ഞിരുന്ന ആ മോതിരം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത്? അതെ മന്ത്രി. അങ്ങ് വിഷമിക്കണ്ട. തീർച്ചയായും ആ മോതിരം വീണ്ടെടുക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കുന്നതാണ്. ഇതും പറഞ്ഞു മന്ത്രി സദസ്സിലുള്ളവരെ ഒരു നിമിഷം നോക്കി. എന്നിട്ട് അവരോടായി ഇപ്രകാരം പറഞ്ഞു. രാജാവിന്റെ മോതിരം തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് എടുത്തത്. പക്ഷേ ഒരു കാര്യമുണ്ട്. ആ മോതിരം ആരുടെ കയ്യിലാണോ ഉള്ളത്, അയാളുടെ വസ്ത്രത്തിൽ ഒരു കറ പറ്റിയിട്ടുണ്ട്. ഇത് കേട്ടതും സദസ്സിലുള്ളവർ പരസ്പരം നോക്കി. എന്നാൽ മന്ത്രി ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം മന്ത്രി സൈനികരെ വിളിച്ച് കൂട്ടത്തിലുള്ള തയ്യൽക്കാരനെ പരിശോധിക്കാൻ പറഞ്ഞു. സൈനികർ പരിശോധിച്ചപ്പോൾ അയാളുടെ പക്കൽ നിന്നും മോതിരം കിട്ടുകയും ചെയ്തു. ഇത് കണ്ട രാജാവ് മന്ത്രിയോട് ചോദിച്ചു, അങ്ങേക്ക് ഇയാളാണ് മോഷ്ടാവ് എന്ന് എങ്ങനെ മനസ്സിലായി? അയാളുടെ വസ്ത്രത്തിൽ കാറയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. രാജാവിന്റെ ചോദ്യം കേട്ട മന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രഭു, ഞാൻ വെറുതെ ഇരുട്ടിൽ ഒരു അമ്പെയ്തതാണ്. കള്ളൻ ഇക്കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. മോഷ്ടിച്ച ആളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരിക്കും. ഞാൻ വസ്ത്രത്തിൽ കറയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഭയത്താൽ ഉടൻ തന്നെ തന്റെ വസ്ത്രത്തിലേക്ക് നോക്കി. എന്നാൽ മറ്റുള്ളവർ പരസ്പരം നോക്കുകയാണ് ചെയ്തത്. അതിൽ നിന്നും ഇയാളാണ് കള്ളൻ എന്ന് എനിക്ക് ബോധ്യമായി. മന്ത്രിയുടെ മറുപടി കേട്ട രാജാവ് മന്ത്രിയുടെ ബുദ്ധിശക്തിയെ പ്രശംസിക്കുകയും തന്റെ പ്രിയപ്പെട്ട മോതിരം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. മോതിരം മോഷ്ടിച്ച തയ്യൽക്കാരന് ശിക്ഷയും വിധിച്ചു. മുത്തശ്ശി, ഇന്ന് ഏത് കഥയാ പറയാൻ പോകുന്നത്? കാട്ടിലെ സിംഹരാജാവിന്റെ കഥ തന്നെ ആയിക്കോട്ടെ. എന്താ പോരെ? മതി മതി, കേൾക്കാൻ കൊതിയായി. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. സിംഹരാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ ശിങ്കടികളായി ഒരു കുറുക്കനും ചെന്നായയും എപ്പോഴും കൂടെ ഉണ്ടാകും. മുത്തശ്ശി, കുറുക്കനും ചെന്നായും എങ്ങനെ രാജാവിന്റെ ശിങ്കിടികളായി? പറഞ്ഞു തരാം. ഈ ചെന്നായയും കുറുക്കനും ഉറ്റ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും മടിയന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പട്ടിണിയിലുമായിരുന്നു. ഒരു ദിവസം, ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും.
ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നാട്ടിലേക്ക് ഇറങ്ങിയ കോഴിയെങ്കിലും കിട്ടുമായിരുന്നു. നിന്റെ ഉണക്ക ബുദ്ധി കാരണം കോഴി പോയിട്ട് ഒരു തൂവല് പോലും കണ്ട കാലം മറന്നു. എല്ലാം ശരിയാവും, ഒച്ച ഉണ്ടാക്കല്ലേ. അതാ രാജാവ് വരുന്നു. നമുക്കൊരു കളി കളിച്ചു നോക്കാം. നീ കൂടെ നിക്കണം. ഗുഡ് മോർണിംഗ് രാജാവേ. ഗുഡ് മോർണിംഗ്. എന്താ ഇന്ന് രണ്ടുപേരും പണിക്കൊന്നും പോയില്ലേ? ഞങ്ങൾ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു. എന്തു പറ്റി? ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത കേട്ടു. എന്ത് വാർത്ത? നമ്മുടെ അയൽ രാജ്യത്ത് ഒരു ചെറിയ മുയൽ അവിടുത്തെ രാജാവിനെ അപായപ്പെടുത്തി. എന്ത്? ഒരു പീക്കിരി മുയലോ? അതെങ്ങനെ? അതെ, ഇന്നലെ അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് ആ സിംഹരാജാവിനെ മുയൽ തന്ത്രപൂർവം വിളിച്ചു കൊണ്ടുപോയത്. അവിടെ ദൂരെയായി ഒരു വലിയ ആഴമുള്ള കിണറും ഉണ്ടായിരുന്നു. ഇതു ലക്ഷ്യം വെച്ചാണ് മുയൽ രാജാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ എത്തിയതും അതിനുള്ളിലാണ് മറ്റൊരു സിംഹം താമസിക്കുന്നതെന്നും തനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും രാജാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. മുയലിന്റെ വാക്ക് വിശ്വസിച്ച ആ പാവം സിംഹരാജാവ് കിണറിന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി. മുയൽ പറഞ്ഞതുപോലെ കിണറ്റിനുള്ളിൽ മറ്റൊരു സിംഹം. പക്ഷെ അത് തന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പാവം ആ രാജാവ് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സിംഹരാജാവിന്റെ കോപം വർദ്ധിച്ചു. രാജാവ് കിണറിലേക്ക് നോക്കി ദേഷ്യത്തോടെ അലറാൻ തുടങ്ങി. അപ്പോൾ തിരിച്ചും അതുപോലെ അലർച്ച കേട്ടു. അതുകൂടി കേട്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ആ സിംഹരാജാവ് കിണറ്റിലേക്ക് എടുത്തു ചാടി. മുയലിന്റെ വാക്ക് കേട്ട് കിണറ്റിലേക്ക് ചാടിയ ആ സിംഹരാജാവിന്റെ കഥ കഴിഞ്ഞെന്നാ കേട്ടത്. ഈ കാട്ടിലെ രാജാവായ അങ്ങ് ഒറ്റയ്ക്കല്ലേ വേട്ടയ്ക്ക് പോകാറ്? അത് കണ്ട് ഞങ്ങൾക്ക് സങ്കടമായി. ഇന്നലെ ഒരുപാട് നേരം അതോർത്ത് കരയുകയായിരുന്നു. ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമാണ്. അതെ അതെ, രാജാവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ അന്ന് മുതൽ കുറുക്കനും ചെന്നായയും രാജാവിന്റെ ശിങ്കിടികളായി. അപ്പോഴാണ് ഒരു കാക്ക അതുവഴി വന്നത്. സിംഹത്തിന് പിറകിലായി നടക്കുന്ന കുറുക്കനെയും ചെന്നായയെയും കണ്ടപ്പോൾ കാക്ക സിംഹത്തോട് പറഞ്ഞു, സിംഹരാജാവേ, ഈ ചെന്നായുടെയും കുറുക്കനും ഒപ്പം വേട്ടയ്ക്ക് പോകുന്നത് ഞങ്ങൾക്കൊരു കുറച്ചിലാണ് കേട്ടോ. ഈ കാക്കച്ചമ്മന്റെ ഒരു തമാശ. പോ അവിടുന്ന്. രാജാവ് നടന്നോട്ടെ, നമുക്ക് വേട്ടയ്ക്ക് പോകാനുള്ളതല്ലേ. കാക്കച്ചി പറഞ്ഞത് ശരിയാണ്. വനരാജാവ് എന്ന നിലയിൽ താൻ കാരണം അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. നമ്മുടെ രാജ്യത്ത് ചെറിയവർ വലിയവർ എന്നൊന്നില്ല, എല്ലാവരും ഒന്നാണ്. ഇതും പറഞ്ഞ് അവർ അന്നത്തെ ആദ്യ വേട്ടയ്ക്ക് പുറപ്പെട്ടു. അവരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ വേട്ട വൻ വിജയമായിരുന്നു. സിംഹത്തിന്റെ സംരക്ഷണത്തിൽ അവർ 3 പേരും ചേർന്ന് ഒരു വലിയ മാൻ, ഒരു സീബ്ര, തടിച്ച ഒരു മുയൽ എന്നിവയെ വേട്ടയാടി പിടിച്ചു. സിംഹത്തിന്റെ സഹായത്തോടു കൂടി ആ 2 മൃഗങ്ങളും തങ്ങളുടെ ഇരയെ സിംഹത്തിന്റെ ഗുഹയിലെത്തിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു മൂവർക്കും. രാജാവ് വേട്ട കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഒന്ന് മയങ്ങിപ്പോയി. ഈ തക്കം നോക്കി ചെന്നായ ശബ്ദം താഴ്ത്തി കുറുക്കനോടായി പറഞ്ഞു, നല്ല വിശപ്പുണ്ട്, വാ നമുക്ക് കഴിക്കാം. അങ്ങനെയൊന്നും കഴിക്കാൻ കഴിയില്ല. രാജാവ് കഴിച്ചതിന്റെ ബാക്കി അതും ഉണ്ടെങ്കിൽ മാത്രം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളും കഷ്ടപ്പെട്ടിട്ടല്ലേ ഇത്രയൊക്കെ കിട്ടിയത്. അത് രാജാവിനും അറിയാമല്ലോ. അതൊക്കെ ശരിയാണ്. രാജാവ് ഒരു നല്ല മനസ്സിനുടമയാണ്. നമുക്ക് രാജാവ് ഉണരുന്നത് വരെ കാത്തിരിക്കാം. അങ്ങനെ സിംഹം എങ്ങനെയാണ് തങ്ങളുടെ വേട്ട മുതൽ പങ്കുവെക്കുക എന്നതിനെ ആലോചിച്ച് സങ്കടപ്പെട്ട് സിംഹം ഉണരുന്നവരെ കുറുക്കനും ചെന്നായയും ക്ഷമയോടെ കാത്തിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നമ്മുടെ സിംഹം. സിംഹം കേട്ട ഭാവം നടിച്ചില്ല. ആരാണ് തീരുമാനമെടുക്കുന്നവൻ എന്ന് സന്ദർഭം വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് മാത്രം സിംഹം ചിന്തിച്ചു.
ചെറുമൃഗങ്ങൾക്ക് ഞാൻ അവരുടെ സുഹൃത്താണ് എന്നത് മാത്രം പോരെ സന്തോഷിക്കാൻ? സിംഹം തന്നോട് തന്നെ ചോദിച്ചു. അങ്ങനെ എന്ത് തീരുമാനമെടുക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ അവർക്ക് ധൈര്യം വരുന്നു? ഞാൻ കൂടെ ഉണ്ട് എന്നത് തന്നെ പോരെ അവർക്ക് ആഹ്ലാദിക്കാൻ? ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം അറിയാതെ ചിരിച്ചുപോയി. ഇത് കേട്ട് പകുതി ഉറക്കത്തിലായിരുന്ന കുറുക്കനും ചെന്നായയും എഴുന്നേറ്റു. തങ്ങൾക്ക് വയറു നിറയ്ക്കാൻ സമയമായി എന്നതിന്റെ സൂചനയായി സിംഹം ചെന്നായയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ഇത് വീതം വെക്കുക. കാണട്ടെ നിനക്ക് എത്രത്തോളം ബുദ്ധിയുണ്ടെന്ന്. കണ്ടോ, രാജാവിന് നിന്നേക്കാൾ എന്നോടാണ് കൂടുതൽ വിശ്വാസം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വീതം വെക്കണമെന്ന്. രാജാവേ, ഈ വലിയ സീബ്ര അങ്ങേക്ക്, കൂട്ടത്തിൽ ഏറ്റവും വലുത് അങ്ങാണല്ലോ. ചെന്നായ തന്റെ തീരുമാനം ഉത്തമമാണെന്ന വിശ്വാസത്തിൽ തുടർന്നു. എനിക്ക് മാനിനെ മതി. ചെറിയ ജീവിയായ എനിക്ക് ഇത് മതിയാവും. കുറുക്കനും മുയലും അവനാണല്ലോ ഏറ്റവും ചെറുത്. എന്റെ മുന്നിൽ വെച്ച് നീ നിന്നെ കുറിച്ച് സംസാരിക്കുന്നുവോ? രാജാവിന്റെ സാന്നിധ്യത്തിൽ നിന്നെ കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇങ്ങോട്ട് വാ. ചെന്നായ പേടിച്ചരണ്ട് ഓടിപ്പോയി. സിംഹം പിന്നീട് കുറുക്കന് നേരെ തിരിഞ്ഞു. ഇനി നീ വേണം ഇത് എല്ലാവർക്കും തുല്യമായി പങ്കുവെക്കാൻ. വേഗം പങ്കുവെക്ക്. മഹാരാജാവേ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിലൊരു പങ്ക് അവർക്ക് കൊടുത്താലോ? മിടുക്കൻ, നീ എവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്? അനുഭവമാണ് എന്നെ ഈ പാഠം പഠിപ്പിച്ചത് പ്രഭു. നിനക്ക് ബുദ്ധിയുണ്ട്. ഇത് മൂന്നും നീ എടുത്തുകൊള്ളുക. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർക്ക് ഇത് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റുക. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ. കുറുക്കന് തനിക്ക് വന്ന ഭാഗ്യം അവിശ്വസനീയമായി തോന്നി. സിംഹം ഓഹരി വെക്കാൻ ആദ്യം ചെന്നായോട് ആവശ്യപ്പെട്ടത് എത്ര നന്നായി. എന്നോടാണ് ആവശ്യപ്പെടുന്നതെങ്കിലും ഞാനാകുമായിരുന്നു നാട് വിടേണ്ടി വരിക. ദൈവത്തിന് നന്ദി. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. മുത്തശ്ശി തിരക്കിലാണോ? എന്തു പറ്റി? ബാക്കി എല്ലാവരും എവിടെ പോയി? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? അവൻ അച്ഛന്റെ കൂടെ പുറത്തു പോയി. ബേബിയോ? അവൻ ഉറങ്ങുകയാ. ആരും ഇല്ലാഞ്ഞിട്ട് എനിക്ക് ബോറടിക്കുന്നു. മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, മോള് വാ, ഇവിടെ മുത്തശ്ശിയുടെ അടുത്തിരിക്കി. മുത്തശ്ശി 4 സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ പാട്ടിനെ സ്നേഹിച്ച ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. കുരങ്ങന് പാടാൻ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ നിർത്താമോ തന്റെ ഈ കൈതരാഗം? ഞങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റാതെയായി. ഒന്ന് പോയി തരുമോ? ഇത് കേട്ട കുരങ്ങന് സങ്കടമായി. എങ്ങനെയെങ്കിലും ഒരു വലിയ പാട്ടുകാരനാകണം. അതിന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. സംഗീതബോധമില്ലാത്ത ഇവരുടെ ഇടയിൽ നിന്നാൽ ഞാൻ എങ്ങനെ നന്നാവാനാ? ഇനി ഈ കാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു കുരങ്ങൻ ആ കാട്ടിൽ നിന്നും നാട് വിട്ടു. അങ്ങനെ കുരങ്ങൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. എന്തു പറ്റി? എന്തിനാണ് കരയുന്നത്? നിങ്ങളെ ഇതിനു മുമ്പ് ഈ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെ നിന്നാ എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്നും പുറത്താക്കി. എന്തിന്? എന്നെ ചെറുപ്പം മുതൽ എന്റെ യജമാനൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. അന്നൊക്കെ ഞാൻ അവരുടെ വീടിന് നന്നായി കാവൽ നിൽക്കുമായിരുന്നു. എന്നാൽ പ്രായമായതോടെ എനിക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയാതെയായി. അതിനാൽ യജമാനൻ പിന്നീട് എനിക്ക് ഭക്ഷണമൊന്നും തരാതെയായി. അങ്ങനെ ഞാൻ ആ നാട് വിട്ടു വന്നതാ. ആണോ? സെയിം ബീച്ച്. ഞാനും നാട് വിടാൻ ഇറങ്ങിയതാ. വാ, നമുക്ക് ഒരുമിച്ച് നാട് വിടാം.
നിങ്ങളെയും യജമാനൻ പുറത്താക്കിയോ? ഏയ്, സംഗീതം അറിയുന്തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട്. അത് തേടി നിലാവിൽ ഈ കാട്ടിൽ നക്ഷത്രം വേണ്ടി കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു. എന്താ? നാട് വിടാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഒടുവില് സംഗീതത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരുള്ള ഈ കാട്ടിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. കുരങ്ങോക്കി ജിന്ദഗി ജോ കബി നഹി കദം ഹോ ജാത്തി ഹേ ശംഭോ മഹാദേവ. ചേട്ടൻ പാടുമോ? എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാ. താങ്ക്സ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി യാത്ര തുടർന്നു. അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. എന്ത് പറ്റി? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഇതിനു മുന്നേ നിങ്ങൾ ഈ കാട്ടിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെ നിന്നാ എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണോ വരുന്നത്? അല്ല, എന്ത് പറ്റി? അല്ല, ഇങ്ങനെയും ഒരു യജമാനനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, അതുകൊണ്ട് ചോദിച്ചതാ. ഇരുകാലികൾ പണ്ടേ അങ്ങനെ നന്ദിയില്ലാത്ത വർഗങ്ങൾ. ബൈ ദ ബൈ, എന്തായിരുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം? യജമാനൻ എന്നെ ചെറുപ്പത്തിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അന്നൊക്കെ ഞാൻ ദിവസവും എലിയെ പിടിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ യജമാനൻ എനിക്ക് കുടിക്കാൻ ധാരാളം പാലും തന്നിരുന്നു. എന്നാൽ പ്രായമായതോടെ എനിക്ക് എലികളെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്നെ അയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കി. സ്വാഭാവികം. എന്തായാലും വഴി തെറ്റിയിട്ടില്ല. എന്തായാലും നല്ല ആൾക്കാരുടെ അടുത്താണ് വന്നുപെട്ടത്. ഞാൻ ഗാനഗന്ധർവൻ കുരങ്ങദാസ്, ഇത് നായ സാർ. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെപ്പോലെ തന്നെ ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം നാട് വിടാൻ ഇറങ്ങിയതാണ്. പോരുന്നോ ഞങ്ങളുടെ കൂടെ? അങ്ങനെ അവർ 3 പേരും കൂടി യാത്ര തുടർന്നു. അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഒരു കരച്ചിൽ കേട്ടു. കരയണ്ട, ഒന്നും ചോദിക്കുന്നില്ല. പ്രായമായത് കാരണം യജമാനൻ പുറത്താക്കിയതാണല്ലേ. എല്ലാം മനസ്സിലായി. ഞങ്ങളുടെ കൂടെ കൂടിക്കോ, നമുക്കൊരു ട്രിപ്പ് അടിക്കാം. അങ്ങനെ അവർ 4 പേരും കൂടി യാത്ര തുടർന്നു. വൈകുന്നേരമായപ്പോഴേക്കും 4 സുഹൃത്തുക്കളും നടന്ന് ക്ഷീണിച്ചു. അവർക്ക് വിശക്കാൻ തുടങ്ങി. അല്ലെങ്കിലും പാട്ടുകാരനായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തിന്നാൻ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. അമ്മേ, വിശക്കുന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ പൂവങ്കോഴി ചാടി ഒരു മരത്തിൽ കയറിയിരുന്ന് ദൂരേക്ക് നോക്കി. അപ്പോഴതാ ദൂരെ ഒരു വെളിച്ചം. ദേ, അവിടെ കുറച്ച് അകലെയായി ഒരു വെളിച്ചം കാണുന്നു. ഒരു കുടിലാണെന്നും തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തെങ്കിലും കഴിക്കാൻ കിട്ടാതിരിക്കില്ല. അങ്ങനെ അവർ 4 പേരും കൂടി അവിടെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് നടന്നു. ശബ്ദമുണ്ടാക്കല്ലേ, ഉള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്. അങ്ങനെ കോഴി വീടിന്റെ ചുറ്റും പോയി നോക്കി. അതൊരു വേട്ടക്കാരന്റെ വീടായിരുന്നു. അതിനുള്ളിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. എന്തു പറ്റി പൂവൻ? വിശന്നിട്ട് ബോധം പോയതാവും. അതല്ല, അകത്തകത്ത്. ഓടിക്കോ. അകത്ത് നമുക്ക് ജീവിതകാലം മുഴുവനും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. പക്ഷേ വീടിനകത്ത് ഒരു വേട്ടക്കാരനുണ്ട്. അയാൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം. എന്നാലേ നമുക്കത് എടുക്കാൻ പറ്റൂ. അങ്ങനെ അവർ പരസ്പരം കൂടിയാലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി. കുരങ്ങൻ ജനാലയിൽ കാൽ വെച്ചു നിന്നു. നായ അവന്റെ മേലെ നിന്നു. പൂച്ച നായയുടെ മുകളിൽ നിൽക്കുകയും പൂവൻ കോഴി പറന്ന് മുകളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു. എല്ലാവരും ഒരേ സമയം പാടാൻ തുടങ്ങി. അകത്തുണ്ടായിരുന്ന വേട്ടക്കാരൻ 4 മൃഗങ്ങളുടെയും നിഴൽ കണ്ട് വിചിത്രമായ പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷപ്പെട്ടു. അന്ന് മുതൽ ആ 4 കൂട്ടുകാരും
കുരങ്ങന്റെ പാട്ടും കേട്ട് സന്തോഷത്തോടെ ജീവിച്ചു. ഒരുമിച്ച് നിന്നാൽ അസാധ്യമായ ഒന്നുമില്ല.